സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന അവഗണനകൾ അതിങ്ങനെ വർദ്ധിച്ചു വരിക തന്നെയാണ് ചെയ്യുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടി കേസ് കൊടുത്തിട്ട് അവൾക്ക് നേരെ കാണിച്ച അവഗണനയെക്കുറിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എന്തല്ലേ, നമ്മുടെ കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് നടന്നൊരു സംഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിലെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മികച്ച നടനിൽ നിന്നും ഒരു ദുരനുഭവം ഉണ്ടായ ഒരു ചെറിയ പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ട് ആ ഒരു സമയത്ത് അവൾക്ക് അതൊന്നും സമൂഹത്തിനോട് പങ്കുവയ്ക്കാൻ സാധിച്ചില്ല. കാരണം അവളുടെ ആ ഒരു അവസ്ഥ അന്ന് അങ്ങനെയായിരുന്നു. ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരവസ്ഥ. ചെറിയ മക്കള്, ചെറിയ ഭർത്താവ്. അപ്പോൾ ഇവരെയൊക്കെ നോക്കി ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ പാവം ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് അതേക്കുറിച്ചൊന്നും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മുടെ കേരള മുഖ്യമന്ത്രിക്കുള്ള പിന്തുണ കൂടിയായപ്പോൾ ഓരോരുത്തരും മഴയത്ത് പൊന്തി വരുന്ന കൂണുകൾ പോലെ മുളച്ചു വരാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ പൊന്തി വന്നതാണ് നമ്മുടെ ഈ ഇരയാക്കപ്പെട്ട നടി. ഒരുപാട് സിനിമയിലെ കൊള്ളരുതായ്മകൾ തുറന്നടിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ തുറന്നടിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു ഇരയാക്കപ്പെട്ട യുവതി മറ്റുള്ളവരുടെ കണ്ണിലെ കരടായി മാറാൻ തുടങ്ങി. പ്രത്യേകിച്ചും സിനിമാ ഫീൽഡിലുള്ള ആളുകൾക്ക് യുവതിയോട് ഭയങ്കര വിരോധമാവാൻ തുടങ്ങി. എന്നാലും നമ്മുടെ ഇരയാക്കപ്പെട്ട നടി പിന്നോട്ട് മാറിയില്ല. ഒരുപാട് ആളുകളുടെ പേരിൽ, രാഷ്ട്രീയക്കാരുടെ പേരിൽ പോലും കേസുകൾ കൊടുക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഒരിക്കലും പിന്മാറില്ല, പിന്നോട്ട് പോവില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി പുള്ളിക്കാരത്ത് കേസുകൾ അങ്ങ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കേസുകൾ കൊടുക്കവേ ഒടുവിൽ എന്ത് ചെയ്തെന്നോ, നമ്മുടെ കോടതിക്ക് തന്നെ ആ ഒരു കേസിൽ കഴമ്പില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ കേസ് തള്ളി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ നായകൻ എന്ത് ചെയ്തെന്നറിയാമോ? പുള്ളിക്കാരൻ വന്നിട്ട് തിരിച്ചൊരു കേസ് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ പേരിൽ കൊടുത്തു. തന്നെ അപമാനിച്ചു, അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തതായിട്ടൊക്കെ ഒരു വാർത്തയൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അറിയാൻ സാധിച്ചത് ഈ ഒരു പെൺകുട്ടിയെ ആരും അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല, അവർ ജാമ്യം എടുത്തു എന്നൊക്കെയാണ് അങ്ങനെയും അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ ചൊല്ലിയിട്ട് പെൺകുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവർ ഓൾറെഡി ഇതിനു മുമ്പ് പലതവണയും കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ വഴിയിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുമുണ്ട്. എന്നാൽ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ എന്തായാലും ഇരയാക്കപ്പെട്ട പെൺകുട്ടി, ആ കുരുന്നുകുട്ടി, അവരുടെ ജീവിതാനുഭവങ്ങൾ, അവർ നേരിട്ട കൊടിയ പീഡനത്തിൻ്റെ ആ വലിയ ഭാണ്ഡക്കെട്ട് അഴിക്കുകയാണ് സഹോദരങ്ങളെ. അപ്പോൾ നിങ്ങളെല്ലാവരും, ഈ കേരള ജനത മുഴുവനും കേൾക്കണം അവരുടെ ഈ വിലാപം. എല്ലാവരും അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യണം. നാളെ ഇതുപോലെ ഒരു വിധി ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കാരണം അത്രയേറെ മനപ്രയാസപ്പെട്ട പെൺകുട്ടി കേരളത്തിൽ വേറെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അത്രമേൽ കൊടിയ പീഡനങ്ങൾ, അതും സിനിമയിലെ പ്രമുഖന്മാരിൽ നിന്നും. എന്തല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു ചെറിയ പെൺകുട്ടിക്ക് പറയാനുള്ള വലിയ കഥ എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. പറയൂ കുട്ടി, നിനക്ക് പറയാനുള്ളത് എന്താണ്? എന്നെയും പീഡിപ്പിച്ചു. ഇതൊക്കെ എൻ്റെ വയറെ പിടിക്കുകയും പൂക്കളെ ഇങ്ങനെ മാറ്റി വയ്ക്കുകയും ഇവിടെ ബ്രസ്റ്റെ തൊടുകയും ഒക്കെ ചെയ്ത പുള്ളി ഫോട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഫോട്ടോഗ്രാഫർ എന്തിനാ ഫോട്ടോഗ്രാഫർ, ഞാൻ പോരെ എന്നൊക്കെ പറഞ്ഞു പുള്ളി ഒരു ഫോട്ടോ. എൻ്റെ 2 മക്കളാണ് സത്യം. ഞാൻ ജനങ്ങളോടാണ് പറയുന്നത്. വെയിറ്റർ കാണണ്ട എൻ്റെ റൂമിൽ ഒരു പെണ്ണുള്ള കാര്യം. അതുകൊണ്ട് മിനിമം ബാത്റൂമിലോട്ട് കയറി നിൽക്കണം. എന്നെ പീഡിപ്പിച്ചതിനേക്കാളും എനിക്ക് സങ്കടം വന്നത് ആ മൈനർ 3 ഗേൾസിനെ. ഞാൻ അവിടെ പ്രതികരിച്ചാൽ ഒരു എന്നെ അപ്പം തട്ടുകളെ ആ ഹോട്ടലിൽ തന്നെ എന്നെ കുഴിച്ചിട്ടുണ്ടാവും. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഇരയെ അറസ്റ്റ് ചെയ്യുമോ? ഇത് എവിടുത്തെ നിയമമാണ്? മുഖ്യമന്ത്രിയാണ് നമുക്ക് ധൈര്യം തന്നെ. ആ ധൈര്യത്തിൻ്റെ പുറത്ത് നമ്മൾ വന്ന് സത്യം പറയുന്നു. പിന്നെ ഇങ്ങനെ നല്ല ഉറക്കം വരുന്ന പോലെ നല്ലതായിട്ട് ഉറക്കം വരുന്നു. ഇപ്പോൾ പുള്ളി എന്നെ പിടിച്ച് അവിടെ കിടത്തി. പാതി മയങ്ങി കിടക്കുമ്പോൾ നമ്മൾ ആർക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നീ എന്നാ പൊട്ടത്തരോട് ഈ പറയുന്നത്? ഇത്രയും വലിയൊരു ഡയറക്ടർ തന്നെ വിളിക്കുമ്പോൾ അയാളുടെ സിനിമയിൽ അഭിനയിക്കുന്നിരുന്നോ? ആ 3 പെൺകുട്ടികളെ കൊണ്ടുവന്നപ്പം ഇദ്ദേഹം ഉത്തേജക മരുന്ന്, ഇദ്ദേഹം ആ ഒരു പൊസിഷനിലാണ്. ഇദ്ദേഹം ഒരു ഡേഞ്ചർ പൊസിഷനിൽ കിടക്കുക. ഇദ്ദേഹത്തിന് വയ്യാണ്ടായി, ഓവർഡോസ് ആയതുകൊണ്ട്. സിനിമാ ഫീൽഡിലെ പരസ്യമായ രഹസ്യമാണ്. ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം ആരാ മോനെന്ന് എല്ലാവർക്കും അറിയാം. മിനു പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ മീഡിയയെ വിളിച്ച് മീഡിയയുടെ മുമ്പ് വെച്ച് അല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത് ആ മിനുവിനെ, അല്ലേ? എന്തുകൊണ്ട് ഇവർ ചെയ്തില്ല? മാതാപിതാക്കൾ കൈവിട്ടാലും പോലീസുകാരെ നമ്മളെ കൈവിടില്ല. ആ ഒരു പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കൂ.
ഇത്രയേറെ കഷ്ടതകൾ അനുഭവിച്ച ഒരു പെൺകുട്ടി മലയാള ചരിത്രത്തിലുണ്ടോ? പ്രത്യേകിച്ചും സിനിമാ ഫീൽഡിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേരള ജനത കേട്ടല്ലോ. കേരള ജനത മാത്രമല്ല, എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഇന്ത്യക്കകത്ത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളിലേക്കും ഈ ഒരു വാർത്ത എത്തിക്കുക. കാരണം ഈ ഒരു പെൺകുട്ടി എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടോ, അവളുടെ സങ്കടത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാവണം. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അവളുടെ ഒരു ദുഃഖം കാണാതിരിക്കരുത്. കാരണം അത്രമേൽ വേദന അനുഭവിച്ച ഒരു പെൺകുട്ടി വേറെ ഉണ്ടാവില്ല. ഇത്രയും വലിയ വേദന അനുഭവിച്ചിട്ട് പോലും ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം എന്തുകൊണ്ടാണ് മറ്റുള്ള ആളുകളാരും റിയാക്ട് എന്തെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്തായാലും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് ശബ്ദമുയർത്തണമെന്ന് തോന്നി. കാരണം ഞാനും ഒരു പെണ്ണല്ലേ, അമ്മച്ചിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയ പെൺകുട്ടിയുടെ കാര്യത്തിൽ സംസാരിക്കാതിരിക്കുന്നത്, മൗനം ഭജിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് വന്നത്. എന്തായാലും ഈ ഒരു കൊച്ചു പെൺകുട്ടിയെ പറ്റിയിട്ട്, ഈ ഒരു കുട്ടി അനുഭവിച്ച ആ ഒരു പീഡനത്തെ പറ്റിയിട്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെ പറ്റിയിട്ട്, മാനസിക സമ്മർദ്ദങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെയൊക്കെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കുക. എന്നാലേ ഞാൻ ഇതുപോലെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ഇടുമ്പോൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ഒരു മിനിറ്റ് ആ കുട്ടിയുടെ വേദനയേറിയ മുഖത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വിങ്ങിപ്പൊട്ടുന്നു. എനിക്ക് വിഷമം സഹിക്കാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ സമയം ഞാൻ നിന്നാൽ കരഞ്ഞു പോകും. അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും